إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും നിങ്ങളുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. സ്വഹാബത്ത് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, നബി അങ്ങേക്കും സാധിക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിൻഹു വ ഫളൽ, അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ടും അവന്റെ ഫളല് കൊണ്ടും എന്നെ മൂടിയില്ല എങ്കിൽ എനിക്കും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളം നന്മകൾ ചെയ്ത ആളുകളാണ്. നമ്മൾ നോമ്പെടുത്തു, നമസ്കരിച്ചു, രാത്രി നമസ്കാരം നിർവഹിച്ചു, സ്വതക്കകൾ ചെയ്തു, ഖുർആൻ പാരായണം ചെയ്തു, ഖുർആൻ പഠിച്ചു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ നമ്മൾ എല്ലാവരും നിർവഹിച്ചവരാണ്. ഇതെല്ലാം നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വ്യക്തി ചോദിച്ചു, നബിയെ, ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന എന്ന ആ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും അതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും 5 നേരം നമസ്കരിക്കുകയും അതുപോലെ തന്നെ ഞാൻ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുകയും റമളാനിൽ നോമ്പെടുക്കുകയും ചെയ്താൽ ഞാൻ ആരുടെ കൂടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ ഒക്കെ കൂടെയാണ്. ഇമാം അഹമ്മദും ഇമാം തൊബറാനിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം,
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലൊന്ന് ചൂണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ വ്യക്തിയോട്, മാലം യഅക്ക വാലിദൈഹി, നീ നിന്റെ മാതാപിതാക്കളെ ധിക്കരിക്കുന്നില്ലെങ്കിൽ. കേട്ടോ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നില്ലെങ്കിൽ നീ ആരുടെ കൂടെയാണ്? സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ ഒക്കെ കൂടെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ പഠിപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, റബ്ബിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റിളല്ല, അള്ളാന്റെ തൃപ്തി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസുഖ്തുള്ള, അള്ളാന്റെ കോപം ഫീ സുഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഏറെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അരികവൽക്കരിക്കപ്പെടുന്ന ആളുകളായി മാതാപിതാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ മനസ്സിലുള്ള വേദനകൾ അതവർ പുറത്തേക്ക് പറയാറില്ല. അവരുടെ മക്കൾക്കെതിരെ ആ മാതാപിതാക്കൾ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം അവർ ആ വീടുകളിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത നിലയ്ക്ക് ഒരു ചെറിയ പ്രയാസമൊക്കെ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്കെതിരെയൊന്നും ആരോടും ആ മാതാപിതാക്കൾ പറയില്ല. എൻ്റെ മകന് എൻ്റെ മകളിൽ തന്നെ എപ്പോഴും ഉപ്പയും ഉമ്മയും പറയാറുള്ളൂ. പക്ഷെ പ്രിയമുള്ളവരെ, പലപ്പോഴും മറ്റൊരു കക്ഷിയോട്, അയൽവാസികളോടോ കൂട്ടുകാരോടോ തൻ്റെ മക്കൾക്കെതിരെ മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം അവർ മാനസികമായി പ്രയാസം അനുഭവിക്കുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മാതാപിതാക്കൾ അവരോട് നമ്മുടെ പെരുമാറ്റം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടവരാണ് സുഹൃത്തുക്കളെ മാതാപിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. രണ്ടാമത്തെ ബാധ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. കണ്ടോ, മാതാപിതാക്കൾക്ക് അള്ളാഹിനോടുള്ള ബാധ്യത എന്താ? അള്ളാഹിനോടുള്ള ഉത്തരവാദിത്വം ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ബാധ്യത മാതാപിതാക്കളോടാണ്, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, വൻപാപങ്ങൾ എണ്ണിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ് സഹാബത്തിനോട്, അലാ ഉനബ്ബിയുക്കും ബി അക്ബരിൽ കബായിർ, നിങ്ങൾക്ക് ഞാൻ വൻപാപങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം എന്താ? ഒന്നാമത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തെ എന്താ അറിയോ? വഅഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗം തീരുമാനിക്കാൻ പര്യാപ്തമായവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ അറിയോ, പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയം നെരിപ്പോട് പോലെ പുകഞ്ഞുകൊണ്ടിരിക്കാൻ, വീട്ടിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും. പല മക്കളും പറയാറുള്ള എന്താ പറയുക, ഞാൻ വാപ്പാക്കും ഉമ്മാക്കും എത്ര പൈസ അയച്ചു കൊടുക്കണില്ലേ അല്ലേ? 50-60 ഒക്കെ കഴിഞ്ഞ വാപ്പാക്കും ഉമ്മാക്കും എന്തിനാണ് കൂട്ടരെ പൈസ, എന്തിനൊക്കെ പണം? പല മക്കളും പറയാറുണ്ട്, ഞാൻ മാസം 10,000 രൂപ കൊടുക്കണ്ടേ, എന്റെ ഒരു ഷോപ്പിങ്ങിനും ഉണ്ടോ? സുഹൃത്തുക്കളെ, അവർക്ക് നമ്മുടെ പണമല്ല ആവശ്യം, നമ്മുടെ പരിഗണനയാണ് അവർക്ക് ആവശ്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ചോദിക്കാൻ ഒരു സഹാബി, നബിയെ, ഞാൻ ഏറ്റവും നല്ല സഹവാസം ആരോടാണ് വേണ്ടത്? ഏറ്റവും നല്ല സഹവാസം അവനന്റെ ഭാര്യയോട് എന്നല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉമ്മുക്ക, എന്റെ ഉമ്മയോട്, എന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയെ? രണ്ടാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയണെന്താണ്? ഉമ്മുക്ക, എന്റെ ഉമ്മയോടാണ്. വീണ്ടും ആ സഹാബി ആവർത്തിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല പെരുമാറ്റം, ഏറ്റവും നല്ല സഹവാസം നിന്റെ ഉമ്മയോടാണ് ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 4-മതും ആ സഹാബി ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയെ? പിന്നെ ആരോടാ? അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബൂക്ക, എന്റെ ഉപ്പയോട്. പക്ഷെ പ്രിയമുള്ളവർ, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നവർ ആരാണ്? നമ്മുടെ ഉമ്മയായിരിക്കും അല്ലേ? ദേഷ്യപ്പെട്ട് സംസാരിക്കുക. എത്രത്തോളം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അധ്യാപനം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അത് പല ആളുകളും അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
അല്ലെ, മാതാപിതാക്കളോട് അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു മുഖഭാവം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഒരു മുഖഭാവം നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ഒരു മുഖം തിരിക്കല് അതുപോലും ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ എത്ര ഗൗരവമായിട്ട് പഠിപ്പിച്ചറിയോ. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നിങ്ങൾ എന്ന് പറയരുത്. അഥവാ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം, അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു പ്രതികരണം നിന്നിൽ നിന്ന് ഉണ്ടായിക്കൂടാ. വലാ തൻഹർഹുമാ, അവരോട് നീ കയർത്ത് സംസാരിച്ചുകൂടാ. ശബ്ദമുയർത്തിക്കൊണ്ട് മാതാപിതാക്കളോട് സംസാരിച്ചുകൂടാ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നിങ്ങൾ ഏറ്റവും മാന്യമായി കൊണ്ട് സംസാരിക്കണേ. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഏറ്റവും മാന്യമായിട്ടാണ് അവരോട് സംസാരിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നവർ, ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും ഉമ്മാനോട് ഞാനൊന്ന് പോവുകയാണ്, പുറത്തു പോവുകയാണ്, എവിടുക്കാന്ന് വെച്ചാല് അത് എന്തിനാ നിങ്ങളറിയണേ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണം. സുഹൃത്തുക്കളെ, നമുക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ അധ്വാനിക്കുന്നതെങ്കിൽ അത് നമുക്ക് സാധ്യമാവൂലാണ്. അറിയില്ലേ, കുടുംബ ബന്ധം സിറാത്തിന്മേലുണ്ടാകുന്ന, സിറാത്തിന്മേൽ അവസാനത്തെ കടമ്പയാണ് സിറാത്ത്. സ്വർഗത്തിലേക്ക് പോകുമ്പോഴേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലുണ്ട്, ജിസ്റുൻ ഫൗഖ ജഹന്നം, നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലുണ്ട്, അത് മസില്ലത്തുൻ വഴുവഴുപ്പുള്ളതാണ് അല്ലെ, അതിൽ ഇരുമ്പ് കൊളുത്തുകളുണ്ട്. അതിന്റെ അങ്ങേയറ്റത്തുണ്ടാവും അമാനത്തും കുടുംബ ബന്ധവും. കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉപ്പാനോടും ഉമ്മാനോടാണ്. നമ്മുടെ ഉപ്പാനോട്, ചില ആളുകളുണ്ട് വാപ്പാനോടും ഉമ്മാനോടും മുണ്ടാതെ അടക്കണ മനുഷ്യന്മാരുണ്ട്. ഓരൊന്നും സ്വർഗം പ്രതീക്ഷിക്കേണ്ടതില്ലാണ്. ആ സിറാത്തിൽ കയറുമ്പോൾ പറയുന്ന കുടുംബ ബന്ധം, പടച്ചോനെ എന്നെ മുറിച്ചു കളഞ്ഞവനാണ്, അവന് സ്വർഗത്തിൽ പോകാൻ അർഹതല്ല. സിറാത്തിന്മേലുള്ള കൊളുത്തുകൾ കൊണ്ട് അവനെ കൊളുത്തി നരകത്തിലേക്ക് ഇടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പോവുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ നിസാരമല്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം ഉമ്മുക്ക ഉമ്മുക്ക എന്ന് പറയാനുള്ള കാരണം? പണ്ഡിതന്മാർ വിശദീകരിക്കണം. അതിന് ചില കാരണം ഉണ്ട് എന്നാ. 3 പ്രാവശ്യം ആവർത്തിച്ചേ ഏറ്റവും നല്ല സഹവാസം, ഏറ്റവും നല്ല പെരുമാറ്റം നിന്റെ ഉമ്മയോടാണ് ഉണ്ടാകേണ്ടത്. വീണ്ടും നിന്റെ ഉമ്മയോടാണ്, വീണ്ടും നിന്റെ ഉമ്മയോടാണ് എന്ന് ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താ അറിയോ? അതിനൊരു കാരണമുണ്ട്. ആ കാരണം പ്രിയമുള്ളവരെ, ആ മാതാവാണ് നമ്മളെ ഗർഭം ചുമന്നത്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, ക്ഷീണത്തിനു മേൽ ക്ഷീണമായി കൊണ്ട് ആ ഉമ്മയാണ് നിന്നെ ഗർഭം ചുമന്നത് അല്ലെ. ഗർഭകാലഘട്ടത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന എത്രയാണ് അല്ലെ. ഒരു യാത്ര ചെയ്യാൻ കഴിയില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഒന്ന് കോണി കയറാൻ കഴിയില്ല, ഒരേ ബസ്സിൽ കയറാൻ കഴിയില്ല. നമുക്കറിയാലോ നമ്മുടെ ഭാര്യമാർ അനുഭവിക്കുന്ന വേദനകൾ. ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കൾ നമ്മുടെ ഉമ്മയും നമ്മളെ ഗർഭം ചുമന്നിട്ടുള്ളത് അല്ലേ. ഇന്ന് എത്ര സൗകര്യം ഉണ്ട് അറിയൂ. ഇന്ന് എന്തെല്ലാം സൗകര്യം നമ്മുടെ വീട്ടിലുള്ളത്. ഈ സൗകര്യം ഇല്ലാതിരുന്ന വിറകുകൊണ്ട് അടുപ്പ് കത്തിച്ചിട്ട് അല്ലെ, അമ്മിമ അരച്ചിട്ട് അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മളെ വളർത്തിയത്. ഇന്നൊക്കെ 2 കുട്ടികളെ 3 കുട്ടികളെയൊക്കെ വളർത്താൻ തന്നെ പ്രയാസ. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ 5, 6, 7 കുട്ടികളെ നമ്മളെ വാപ്പയും വളർത്തിയത്. ഈ സൗകര്യം ഉണ്ടായിരുന്നില്ല, ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല, മിക്സി ഉണ്ടായിരുന്നില്ല, എന്തുണ്ടായിരുന്നു, വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മളെ ഒക്കെ തിരുത്തിയിട്ടാണ് നമ്മുടെ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്രയും വേദന സഹിച്ചു നമ്മുടെ ഉമ്മ അല്ലേ. നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ചീടത്തിനു മേൽ ചീടമായിട്ടാണ് മനുഷ്യരെ നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നത്. തീർന്നില്ല, പ്രസവം എന്ന് പറയുന്ന വേദന അനുഭവിച്ചതും നിങ്ങളുടെ മാതാവാണ് അല്ലേ. മരണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വേദനയാണത്രേ പ്രസവത്തിന്റെ വേദന. അതനുഭവിച്ചതാരാ സുഹൃത്തുക്കളെ? നമ്മുടെ മാതാവ്, നമ്മുടെ മാതാവ് അല്ലേ. മൂന്നാമതായി 2 വർഷം മുലകുടി പ്രായമാണ്. ആ ഉമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ മൂത്രിച്ചു, ആ ഉമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ കാറ്റിച്ചു അല്ലേ. ആ മുലകടി പ്രായത്ത് നമ്മുടെ ഉമ്മ നമ്മളെങ്ങാനും മടിത്തട്ടിൽ മൂത്രൊഴിച്ചപ്പോ, മടിത്തട്ടിൽ കാറ്റിച്ചപ്പോ എടുത്ത് പുറത്തേക്കെറിഞ്ഞോ? ഇല്ല, നമ്മുടെ കവളിൽ ഉമ്മ തന്നു. ആ ഉമ്മ നമ്മളെ ഒന്ന് കഴുകി, ഉമ്മയുടെ മടിത്തട്ടും കഴുകി. ആ ഉമ്മയെയാണ്
ഇന്ന് നമുക്കൊന്ന് ആരോഗ്യം വെച്ചപ്പോ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള പേശീബലം ഉണ്ടായപ്പോൾ ആ ഉമ്മ ചുക്കിച്ചുളിഞ്ഞു പോയി അല്ലേ? ആ ഉമ്മയെ പരിഗണിക്കാൻ കഴിയണില്ല നമുക്ക്. എന്ത് ഈമാനാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്? നമ്മൾ എത്ര വലുതായാലും, നമ്മൾ എത്ര ശേഷിയുള്ളവരായാലും, നമ്മൾ എത്ര സാമ്പത്തികമായി കഴിവുള്ളവരായാലും, നമ്മൾ എത്ര സമൂഹത്തിൽ ഉന്നതന്മാരായാലും, ആ ഉമ്മയുടെ ശരീരത്തിലെ നീരാണ് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ശക്തി നൽകിയത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഉമ്മയുടെ മാരടത്തിൽ നിന്ന് നമ്മൾ കുടിച്ച ആ ഉമ്മയുടെ ശരീരത്തിലുണ്ടായ മുലപ്പാൽ, അതാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്രാപ്തി നൽകിയത് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പല ആളുകൾക്കും എന്റെ ഉമ്മയിൽ നിന്ന് ആളുകൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോലും മടിയാണ് അല്ലേ? കാരണം അവന് വിദ്യാഭ്യാസപരമായി ഉയർന്നു, അവന്റെ കൂട്ടുകാർക്കിടയിൽ അവന്റെ ഉമ്മയെ പരിചയപ്പെടുത്താൻ കഴിയണില്ല, അവന്റെ ഉപ്പയെ പരിചയപ്പെടുത്താൻ കഴിയണില്ല. കാരണം അവർ ചുക്കിച്ചുളിഞ്ഞു പോയി അല്ലേ? നമ്മുടെ ഉമ്മാക്ക് ഒരു വേദന വരുമ്പോൾ നമ്മൾ പറയാൻ എന്താ അറിയോ? അതൊക്കെ വയസ്സായില്ലമ്മ, കുറച്ചൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. അപ്പിമ്മയ്ക്ക് തലവേദനയ്ക്കുണ്ട് മോനെ, എനിക്ക് കാലുവേദന ഉണ്ട്, എനിക്ക് തണ്ടൽ വേദന ഉണ്ട്, നടക്കാൻ കഴിയണില്ല. നമ്മൾ പറയാറിയോ? എന്താ പറയാ? ആ വയസ്സായില്ലമ്മ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവനവന്റെ ഭാര്യക്ക് ഒരു തലവേദന വന്നാൽ, അവനവന്റെ ഭാര്യക്ക് ഒരു കാൽമുട്ട് വേദന വന്നാൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ വെച്ചിരിക്കൂല അവിടെ. ഇത് ഇവിടെ വെച്ചാൽ പറ്റൂല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നാ പറയാം അല്ലേ? അതുപോലെ തന്നെ പ്രിയമുള്ളവര്, പല ആളുകളുണ്ട് ഉമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാല് ആ മയ്യത്തും വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും ചില ആൾക്കാർ. എന്തേ? മകൻ വരുന്നുണ്ട്. സുഹൃത്തുക്കൾ മരിച്ചിട്ടല്ല വരേണ്ടത്. അവനവന്റെ ഭാര്യക്കൊരു അസുഖമാണ് എന്ന് അറിഞ്ഞാല് നമുക്ക് ടിക്കറ്റോ കിട്ടും, ഒരു പ്രശ്നം ഉണ്ടാവൂല അല്ലേ? മരിക്കാൻ കാത്തുക്കൂല, വേഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വയ്യെങ്കിലോ വരില്ല, മരിക്കണം. മരിച്ചാ പിന്നെ ഒരു കാത്തുക്കലാണ് എല്ലാരും. എന്നിട്ട് എല്ലാരും പറയും 3 മക്കളുണ്ട്, ഒരുത്തൻ ലണ്ടനിലാണ്, ഒരുത്തൻ അമേരിക്കയിലാണ്, ഒരുത്തൻ ദുബൈയിലാണ്, ഒരുണ്ട് വരട്ടെ, കാത്തുക്കാണ്. സുഹൃത്തുക്കളെ, മരിക്കണതിന്റെ മുമ്പാണ് വാപ്പാനിമ്മാനി നോക്കേണ്ടത്, മരിക്കാൻ കാത്തിട്ടല്ല. എന്നിട്ട് ഇങ്ങനെ കാത്തിക്കുക, മരിച്ചാൽ പെട്ടെന്ന് പോയി കബറടക്കണം എന്നാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നിട്ട് അതിങ്ങനെ മണിക്കൂറോളം കാത്തിക്കാണ്. വയ്യാൻ അറിയുമ്പോ വരണം. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും അസുഖാണെന്ന് അറിയുമ്പോ അപ്പൊ ടിക്കറ്റ് എടുത്ത് വരണം. ആ വാപ്പയെയും ഉമ്മയെയും നോക്കണം. അതാ ചെയ്യേണ്ടത്, അല്ല മരിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട അറിയോ? അവനാന്റെ വാപ്പിമ്മി അത് നമ്മുടെ സ്വർഗാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഒരു സഹാബി ചോദിക്കാൻ, നബിയെ ഞാൻ ജിഹാദിന് വരട്ടെ? എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ്, ഞാൻ ജിഹാദിന് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിനക്ക് വയസ്സായ വാപ്പിമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് നബി, 2 ആളുണ്ട്. എങ്കിൽ അവരുടെ കാര്യത്തിൽ നീ ജിഹാദ് നടത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ആലോചിക്കണം സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾ എടുക്കുന്ന മൂല്യം എന്താണ് അല്ലേ? പ്രത്യേകിച്ച് വാർദ്ധക്യം വരുമ്പോൾ പ്രത്യേക പരിഗണന നൽകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേക പരിഗണന നൽകും. വാർദ്ധക്യം വരുമ്പോ ചിലപ്പോൾ ഒരു കണ്ണ് കാണൂല, ചിലപ്പോൾ ഒരു കാത് കേൾക്കൂല, ചിലപ്പോൾ അവർക്ക് നടക്കാൻ കഴിയില്ല അല്ലേ? നമ്മളൊന്ന് ടൂറ് പോകുമ്പോ നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും, നിങ്ങൾക്ക് ഏതായാലും വയ്യല്ല, നിങ്ങൾ അവിടെ നിന്നോടി, ഞങ്ങൾ പോകാം, അതല്ല പറയേണ്ടത്. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നടക്കാൻ വയ്യാതായത്, നമ്മുടെ ഉമ്മാക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞത്, നമ്മുടെ ഉമ്മയുടെ പേശീബലം അതെല്ലാം പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടത് നമ്മളെ നോക്കിയതുകൊണ്ടാണ്. നമ്മൾ രാത്രി പനിച്ചപ്പോൾ ഉറക്കമിളച്ച കണ്ണുകൾ അല്ലേ? നമ്മൾ രാത്രി വയ്യാതായപ്പോൾ, നമുക്ക് അസുഖം വന്നപ്പോൾ നമ്മുടെ ഉമ്മ നമ്മുടെ മടിത്തട്ടിൽ വെച്ച് ഉറക്കമിളച്ചതാ. നമ്മുടെ ഉമ്മ നമ്മളെ ഏറ്റി നടന്നതാണ്, നമ്മളെ വളർത്താൻ വേണ്ടി അധ്വാനിച്ചത് കൊണ്ടാണ് നമ്മുടെ പേശീബലം കുറഞ്ഞു പോയത്, അല്ലാതൊന്നുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഹസൻ ബസരി റഹിമഹുല്ലാഹി അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു വ്യക്തി ചോദിക്കാണ്, അല്ല നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അനുകൂലമായി പ്രാർത്ഥിച്ചാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, അവൻ വിജയിച്ചു, അവൻ വിജയിച്ചു. നമുക്കെതിരെ പ്രാർത്ഥിച്ചാലോ അവൻ നശിച്ചതു തന്നെ എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഏറ്റവും നല്ല ആബിദായ ഒരു മനുഷ്യൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന ജുറൈജ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ആബിദായ മനുഷ്യന്, അദ്ദേഹം വീട്ടിൽ നിന്ന് കുറച്ച് അകലെയായി ഒരു പർണശാലയൊക്കെ പണിത്
ആരാധിക്കാൻ വേണ്ടി ഒരു സ്ഥലം നിശ്ചയിച്ച് അവിടെ അദ്ദേഹം പോയി ഇങ്ങനെ നിസ്കരിക്കാൻ, എപ്പോഴും നിസ്കരിക്കാൻ. അപ്പൊ കുറെ ദിവസമായിട്ട് ഉമ്മാക്ക് മകനെ കാണാനല്ല. ജുറൈജിന്റെ ഉമ്മ വീട്ടിൽ വന്നു. വീട് പറഞ്ഞാൽ എന്നിട്ട് വാതില് കൊട്ടിയപ്പോ അദ്ദേഹം നിസ്കരിക്കാൻ. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇപ്പൊ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കണോ അതോ നിസ്കാരം തുടരണോ? അദ്ദേഹം നിസ്കാരം തുടർന്നു. ഉമ്മ തിരിച്ചുപോയി. പിന്നെയും വന്നു. അടുത്ത ദിവസം വിളിച്ചു, അദ്ദേഹം നിസ്കരിക്കാൻ. മൂന്നാമത്തെ ദിവസം വന്നു നിസ്കരിക്കാൻ. ഉമ്മ അവിടുന്ന് പ്രാർത്ഥിച്ചു മകനെതിരെ. ഏറ്റവും നല്ല ആബിദായ മുത്തക്കിയായ മനുഷ്യനാണ്. അല്ലാഹുവേ ലാ തുമിത്തുഹു ഹത്താ തൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. ഒരു വ്യഭിചാരിയുടെ കാര്യത്തിൽ ഇവൻ ആളുകൾക്ക് മുന്നിൽ നാറുന്നത് വരെ നീ അവനെ മരിപ്പിച്ചു കളയില്ല റബ്ബേ. അങ്ങനെ ഈ ആബിദായ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു അതൊരു വ്യഭിചാരിണിയായ പെണ്ണേറ്റെടുക്കാൻ. പല രൂപത്തിലും ജുറൈജ് എന്ന് പറയുന്ന ഈ മഹാനായ വ്യക്തിയെ വഴിപിഴപ്പിക്കാൻ ആ വ്യഭിചാരിണിയായ പെണ്ണ് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം വഴിതെറ്റിയില്ല. അങ്ങനെ ഒരാട്ടിടയുമായി അവൾ ശാരീരികമായി ബന്ധപ്പെട്ട് അവൾക്ക് ഒരു കുട്ടിയുണ്ടായപ്പോൾ അവൾ പറഞ്ഞു, ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. ആളുകൾ കൂടി ജുറൈജ് അദ്ദേഹത്തിന്റെ ആ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടൊക്കെ അവർ തകർത്ത് കളഞ്ഞു. അദ്ദേഹത്തെ ശക്തമായി ദ്രോഹിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ദ്രോഹിക്കണത്? അതാ ആ വ്യഭിചാരിണിയായ പെണ്ണിന്റെ കുട്ടി എന്റെ കുട്ടിയാണെന്നാ പറയണത്. അദ്ദേഹം പറഞ്ഞു, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരണം. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് ആ കുട്ടിയുടെ വയറ്റിൽ ഇങ്ങനെ തൊട്ടിട്ട്, ഓനെ ആരാ നിന്റെ ഉപ്പ? ആ കുട്ടി തൊട്ടിൽ കിടന്ന് സംസാരിച്ചു പറഞ്ഞു, ആട്ടിടയനാണ്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റൊന്ന്. ഈസാ നബി തന്റെ ഉമ്മ മറിയം ബീവിയുടെ പാതിവൃത്യം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചതാണ് കണ്ടോ. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ആളുകൾക്കിടയിൽ നാറിയിരുന്നു. ഒരു ഉമ്മയുടെ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തർ ആലോചിക്കേണ്ടത്, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞാൽ ഭാര്യ നോക്കണ്ട ഒന്നുമില്ല. പക്ഷേ അവനാന്റെ വാപ്പാനും ഇമ്മാനും അവഗണിച്ചിട്ടല്ല നമ്മുടെ മക്കൾ ഭാര്യയും മക്കളെയും പരിഗണിക്കേണ്ടത്. ഉപ്പയും ഉമ്മയും അത് നമ്മുടെ സ്വർഗമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കണ്ടോ, അവർ ചിലപ്പോൾ കാത് കേൾക്കാത്തതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഇതൊക്കെ നമ്മളും ചോദിച്ചതാണ്. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും, മടിയിൽ കിടന്ന് മടിയിലിരിക്കുമ്പോ ചോദിച്ചിട്ടുണ്ടാവും. ഒരു ചോദ്യം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടാവും. ഒരു യാത്ര പോകുമ്പോ അമ്മാന്റെ മടിയിലിരുന്നിട്ട് ചോദിച്ചിട്ടുണ്ടാവും പല പ്രാവശ്യം ഒരേ ചോദ്യം. ഒരു ബസ് കാണുമ്പോ ചോദിക്കും, ഉമ്മ അതെന്താ? അത് ബസ്സാണ് മോനെ. വീണ്ടും ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ അടുത്ത ബസ്, അതെന്താ അമ്മ? അതും ബസ്സാണ്. എല്ലാം ബസ് തന്നെയാണ് അല്ലേ? പക്ഷെ ആ ഉമ്മാക്ക് അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു തരാൻ ഒരു മടി ഉണ്ടായിട്ടില്ല. നമ്മുടെ ദേഷ്യപ്പെട്ടോ? ഇല്ല. എന്നാലോ ആ വാർദ്ധക്യത്തിൽ നമ്മുടെ അമ്മ ചിലപ്പോ ചോദിച്ചതന്നെ പിന്നെയും ചോദിക്കും, വാപ്പ ചോദിച്ചതന്നെ ചോദിക്കും. കണ്ടോ, അവരുടെ ശരീരം അങ്ങനെ ശോഷിച്ചത് നമ്മളെ നോക്കാൻ വേണ്ടി അധ്വാനിച്ചതാ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇന്ന് നമ്മളെ മക്കളെ വളർത്താൻ നമ്മൾ എത്ര അധ്വാനിക്കണ്ടേന്ന്. ഈ സംവിധാനങ്ങളും സൗകര്യമൊക്കെ ഉള്ള സാഹചര്യത്തിൽ പോലും നമ്മുടെ മക്കളെ വളർത്താനേ വലിയ അധ്വാനം നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ? ഉണ്ട് സഹോദരങ്ങൾ. ഇത്രയും സൗകര്യമില്ല അന്നത്തെ കാലഘട്ടത്തിൽ. നമ്മുടെ വാപ്പയമ്മി അങ്ങനെ പ്രയാസപ്പെട്ട് നമ്മൾ വളർത്തിയതാണ്. ആ വാപ്പാനെയും മാനെയും എങ്ങാനും നമ്മൾ അവഗണിച്ചാൽ സഹോദരൻ ഒരു സ്വർഗം കിട്ടുവോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വാപ്പാനെയും മാനെയും അങ്ങേയറ്റ പരിഗണന നമ്മൾ നൽകണം. നിങ്ങൾക്കറിയോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വരാൻ. അദ്ദേഹം തന്റെ ഉമ്മയെ തോളിലേറ്റിയിട്ടാണ് തവാഫ് ചെയ്യണത്. കാബൻ തവാഫ് ചെയ്യാണ്. ഉമ്മാനെ തോളിലേറ്റിയിട്ട്, വയ്യാത്ത ഉമ്മാനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യാം. ഈ തവാഫ് ചെയ്തതിനു ശേഷം ഇബ്നു ഉമർ അള്ളാന്റെ അടുക്കൽ വന്ന് ചോദിക്കാനേ, അല്ല ഇബ്നു ഉമർ, ഞാൻ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് നിർവഹിച്ചവനല്ലേ, ബാധ്യത നിർവഹിച്ചവനല്ലേ, പൂർത്തിയായില്ലേ എന്റെ ഉമ്മാനോടുള്ള കടപ്പാടേ? ആ വ്യക്തി ചോദിക്കാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല വലാ ബിസഫ്രത്തിൻ വാഹിദ, നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ അനുഭവിച്ച ഒരു നെടുവീർപ്പിന് പോലും ഇത് പരിഹാരമല്ല എന്ന് പറഞ്ഞു കൊടുക്കാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്ത് ചെയ്തു കൊടുത്താലും സുഹൃത്തുക്കളെ നമ്മളെ വളർത്തിയതിന് പകരാവൂല. നമ്മുടെ വാപ്പാക്കുമ്മക്ക് എന്ത് ചെയ്തു കൊടുത്താലും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മുടെ വാപ്പാക്കുമ്മാക്കും ചെയ്തു കൊടുത്താലും, നമ്മളെ വളർത്തിയതിനും നമ്മളെ നോക്കിയതിനും നമുക്ക് മുലപ്പാൽ തന്നതിനും നമ്മളെ പ്രസവിച്ചതിനും അതിനൊന്നും പരിഹാരമാവുകയില്ല. അതാ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ തോന്നും, 4 മക്കളുടെ 4 ദിവസം നോക്കട്ടെ, 4 ദിവസം വന്ന് നോക്കട്ടെ, 4 ദിവസം മറ്റോ നോക്കട്ടെ, തട്ടാണ് അല്ലേ? നമ്മളെ 4 ആളെ നോക്കുമ്പോഴോ ആ വാപ്പിയും എങ്ങോട്ടിലോട്ട് തട്ടിയോ? ഇല്ല, തട്ടിയിട്ടില്ല അല്ലേ?
4 മക്കളുണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു ടൂർ വേണം, ഇജ്ജ് കൊണ്ടേക്കോ അപ്പാനി ഇമ്മാനി അങ്ങട്ട്. ഏയ് എനിക്കൊന്ന് മറ്റേ സ്ഥലത്തേക്ക് എനിക്ക് ഓൾക്കും കുട്ടികൾക്കും പോകണം, ഈ വാപ്പാനി ഇമ്മാനി അങ്ങോട്ട് കൊണ്ടേക്കോ. കൂട്ടരെ ഞാൻ കൊണ്ടുപോയി ഞാൻ നോക്കാന്ന് പറയേണ്ട ആൾക്കാരാണ്, അതല്ലേ പറയേണ്ടത്. എന്നിട്ട് ആ വാപ്പാനി ഇമ്മാനി അവഗണിക്കുക. ആ വാപ്പയും ഉമ്മയും എങ്ങാനും മനസ്സ് വേദനിച്ച് പടച്ചറബിലേക്കൊന്ന് കൈകൾ ഉയർത്തിയാൽ സഹോദരങ്ങളെ അതോടുകൂടി നശിച്ചു, അതോടുകൂടി നമ്മുടെ ജീവിതം നശിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങേയറ്റത്തെ ബഹുമാനം, അങ്ങേയറ്റത്തെ ആദരവ്, പ്രത്യേകിച്ച് അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ അല്ലേ, അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ അവരോട് കയർത്ത് സംസാരിക്കരുത്, അവരെ ചേർത്ത് പിടിക്കണം. നമ്മളെ ഉമ്മ വെച്ചതുപോലെ ആ ഉമ്മയും ഉപ്പയെയും നമ്മൾ ഉമ്മ വെക്കണം. അവർക്ക് എന്തെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കണോ, അവർക്ക് രോഗം വരുമ്പോൾ അവരെ പെട്ടെന്ന് ശുശ്രൂഷകൾ നമ്മൾ നൽകണം. അല്ലാതെ വയസ്സായിട്ടാണ് വർണ്ണിക്കല്ല ചെയ്യേണ്ടത്. പെട്ടെന്ന് വളരെ വേഗത്തിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട ചികിത്സകൾ നൽകണം, ശുശ്രൂഷകൾ നൽകണം. നമുക്കൊരു ചെറിയ പനി വരുമ്പോഴേക്ക് നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി നമ്മുടെ വാപ്പിയമ്മ അല്ലേ, ഒരു ചെറിയ പനി വന്ന് ഒരു 2 ചുമച്ചാ മതി. നമ്മുടെ 2 വയസ്സായ കുട്ടി 1.5 വയസ്സായ കുട്ടിയെ ഒരു 2 ചുമച്ച് ഒന്ന് കഫം തുപ്പിയാല് നമ്മളെന്താ പറയാ, ഇവിടെ നിർത്തിയാൻ പറ്റില്ല, നമുക്ക് വേഗം കൊണ്ടുപോകണം എന്നാ അല്ലേ. ഒന്നും ശ്വാസം മുട്ടിയാല് ഇതുപോലെ നമ്മളെ ഉപ്പയമ്മയും കൊണ്ടുപോയിട്ടുണ്ട്. കൂലിപ്പണി ചെയ്തിട്ടേ നമ്മൾ ഗൾഫിലാണെന്ന്, നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടെന്ന്, നമുക്ക് ബിസിനസ് ഉണ്ടെന്ന്, 1000 വരുമാനമുണ്ട്, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ വാപ്പ അല്ലേ ദിനേന കൂലിപ്പണിക്ക് പോയി ഒരുപക്ഷെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് ചെയ്തു കൊടുത്താലും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തം ആകുന്നില്ല. എന്നിട്ടാണ് നമ്മൾ ആ വാപ്പാനിമ്മാനെ അവഗണിക്കുന്നത്. എത്രത്തോളം പുതിയ തലമുറ വാപ്പയെയും ഉമ്മയെയും യാതൊരു പരിഗണനയും നൽകാതെ കൊന്നുകളയാൻ വരെ മടിയില്ലാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉപ്പയും ഉമ്മയും സ്വർഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എത്ര വാർദ്ധക്യമായാലും, എത്ര അവർക്ക് ശേഷിയില്ലെങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അത് സ്വർഗം ആഗ്രഹിക്കുന്നവരുടെ സ്വഭാവമാണ്. അതുണ്ടാകണം നമുക്ക്. 5 നേരം പള്ളിക്കൊക്കെ വരുന്നുണ്ടാവും, താടി ഉണ്ടാവും, എരിയാണിക്ക് വിധ വസ്ത്രം ഉണ്ടാവും, അവനെ വാപ്പാനും ഇമ്മാനും നോക്കണില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് സുഹൃത്തുക്കളെ കാര്യമുള്ളത്? അതുകൊണ്ട് ഉപ്പയെയും ഉമ്മയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അത് പടച്ചറബിന്റെ തൃപ്തിക്ക് അനിവാര്യമാണ്, സ്വർഗത്തിലേക്ക് പോകാൻ അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ നബിയിന മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മബഅദ്. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെ വസ്വൈനൽ ഇൻസാൻ കണ്ടോ, വസ്വൈനൽ ഇൻസാൻ, മനുഷ്യർക്ക് ഞാൻ ഉപദേശം നൽകുന്നു, അല്ല മുഅ്മിനുകൾക്ക് ഉപദേശം നൽകുന്നു എന്നല്ല, മനുഷ്യരോടാണ്. മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് വാപ്പാനി ഇമ്മാനി പരിഗണിക്കുക എന്നുള്ളത്. മനസ്സിലാവുണ്ടോ? മനുഷ്യനാണോ അവൻ വാപ്പാനി ഇമ്മാനി പരിഗണിക്കണം എന്നാണ്. അതുകൊണ്ടാണ് വസ്വൈനൽ ഇൻസാൻ, മനുഷ്യരോട് ഞാൻ ഉപദേശം നൽകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വാപ്പാനി ഇമ്മാനി പരിഗണിക്കാത്ത ഒരു മനുഷ്യനല്ലാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അവന്റെ അടുക്കൽ മനുഷ്യത്വല്ലാണ്. നോക്കൂ നിങ്ങൾ, മരിച്ചാൽ പോലും മുറിഞ്ഞു പോകാത്ത ബാധ്യത വാപ്പാനോടും ഉമ്മാനോടും ഉണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് നമ്മൾ തിരിച്ചറിയണം അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വ്യക്തി ചോദിച്ചു, നബിയെ, എന്റെ വാപ്പയും മരിച്ചുപോയി, ഇനി എനിക്ക് അവരോട് വല്ല ബാധ്യതയുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. മരിച്ചു കഴിഞ്ഞാലും വാപ്പാനോടും ഉമ്മാനോടും നിനക്ക് ബാധ്യതയുണ്ട്. ഒന്നാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സലാത്തു അലൈഹിമാ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ മയ്യത്ത് നമസ്കരിക്കണം. കണ്ടോ, ആദ്യം ചെയ്യേണ്ട പണി മരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ബാധ്യത വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാന്നല്ലോ. നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ഒരു 15-16 വയസ്സായ നമ്മുടെ മക്കൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയോ ചോദിച്ചു നോക്കണം.
ചില മക്കൾ പറയുന്നത് അറിയോ, എത്ര റുക്കൂ ഉണ്ട് എത്ര സുജൂദ് ഉണ്ട് ചോദിക്കും. അതിന് കാരണക്കാരാരാ? മരിച്ചടക്കണ മനുഷ്യനാണ്. ദീന് പഠിപ്പിച്ചു കൊടുക്കണില്ല അല്ലേ? ആകെ ഒരു 4ാം ക്ലാസ് വരെ മദ്രസ ഉണ്ടാവും, എന്നിട്ട് അത് ഫുള്ള് ദീൻ അയച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദീന് പഠിച്ചോടത്ത് ഇവിടെ മക്കളും ഉണ്ടാവൂല. ആയിരങ്ങളും ലക്ഷങ്ങളും ചെലവാക്കിയിട്ട് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിടും അല്ലേ? ഒരു 100 റുപ്യ മദ്രസിലെങ്ങാനും ഫീസ് കൂട്ടിയാലേ തുടങ്ങി അവിടെ കലാപം. ആയിരങ്ങൾ ഡൊണേഷൻ കൊടുത്ത്, ആയിരങ്ങൾ വാഹനത്തിന് ഫീസ് കൊടുത്ത്, 1000 സ്കൂളിന് ഫീസ് ആയിരങ്ങൾ കൊടുക്കാൻ ഒരു മടിയില്ല. എന്നാലും പള്ളിയിലോ അല്ലെങ്കിൽ മദ്രസിലോ കുട്ടികളെ പഠിപ്പിക്കണ ഉസ്താദ് അവിടെ നിന്ന് അല്ലേ? പല മദ്രസും ഇങ്ങനെ നിന്ന് പോകുക. അതിങ്ങനെ അങ്ങോട്ട് പിന്നെ എല്ലാ റമദാനിലും എല്ലായിടത്തും പിരിവുണ്ടാവും. കാരണം എന്താ? ഇത് കടത്തിലാ പോയി. മദ്രസും പള്ളിയൊക്കെ കടത്തിലേക്കാണ്. അങ്ങനെ ഓടുക. അവനാന്റെ പെരേല് കടത്തിൽ ഓടുന്നുണ്ടോ? ഇല്ല. അള്ളാന്റെ പള്ളിയൊക്കെ കടത്തിലാണ്. ഏത് പഠിച്ചോനെ അറിയോ? നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും പ്രിയമുള്ള ഒന്ന് വിലട്ട് വെക്ക്. ഓരോ അവയവത്തിന് വിലട്ട് വെക്ക് അല്ലേ? ഇന്നൊരു ഐഫോണിന് കൊടുക്കണം മിനിമം 1 ലക്ഷം റുപ്യ. അതിനേക്കാൾ മെഗാ പിക്സൽ ഉള്ള നമ്മുടെ കണ്ണ് തന്ന പടച്ചോനി. നമ്മൾ എന്താ കൊടുത്തത്? മിടിക്കുന്ന ഹൃദയം നൽകിയ റബ്ബേ അല്ലേ? നമ്മൾ എന്താ കൊടുത്തത്? ദീനിന് പള്ളിക്കും മദ്രസക്കും ദീന് പഠിപ്പിക്കാനും 10 റുപ്യ ചെലവാക്കുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത പടച്ചിലാണ്. പടച്ചോന് കൊടുക്കുകയാണ്, പടച്ചോന് കൊടുക്കണോടത്ത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല നിലവാരമുള്ള മദ്രസ ഉണ്ടാകണം. ദീനൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ ഉണ്ടാകണം. ഒരു 5 വരെ മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ടും ഉണ്ടാകണം. നിരന്തരമായി ദീന് പഠിക്കുന്ന സംവിധാനം ഉണ്ടാകണം എന്നാണ്. അതിന് നമ്മൾ സാമ്പത്തികമായി ചെലവഴിക്കണം. പിന്നെ ആരത് പഠിപ്പിച്ചു കൊടുക്കുക? നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയാത്ത MBBS കാരനുണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? എന്ത് കാര്യമുണ്ട്? നമ്മൾ മരിച്ചാലേ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയാത്ത MBBS കാരനും എഞ്ചിനീയർമാരും ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ? മരിച്ചു കഴിഞ്ഞാലും വാപ്പാനോടും ഉമ്മാനോടുള്ള ബാധ്യതയിൽ ഒന്നാമത്തേതാണ് അസ്സലാത്തു അലൈഹിമാ, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ കഴിയണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രിയമുള്ളവരെ, രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ ജീവിച്ചിരിക്കെ വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവര് വല്ല കരാറും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് പൂർത്തിയാക്കണം. വാപ്പയും ജീവിച്ചിരിക്കെ വല്ല കരാറും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് പൂർത്തിയാക്കണം. മൂന്നാമതായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അൽ ഇസ്തിഗ്ഫാറു ലഹുമാ, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കണം. അതിനൊക്കെ കുറച്ചൊക്കെ ദീനീപരമായ ബോധമുള്ള മക്കൾക്കേ കഴിയുള്ളൂ. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് വസിലത്തുർ റഹ്മില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമാ, അവർ ജീവിച്ചിരിക്കെ എന്തെല്ലാം ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവോ, അഥവാ വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പാടെ കുടുംബമായിട്ടുള്ള ബന്ധം, ഉമ്മ ജീവിച്ചിരിക്കുമ്പോ ഉമ്മാടെ കുടുംബമായിട്ടുള്ള ബന്ധം, അവർ മരിച്ചാലും മുറിഞ്ഞു പോകാൻ പാടില്ല. മക്കളുടെ ബാധ്യതയാണ് അത് നിലനിർത്തി കൊണ്ടുപോകൽ. അത് വാപ്പാനോടും ഉമ്മാനോടുള്ള ബാധ്യതയായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ വാപ്പന് മരിച്ചാലേ പിന്നെ വാപ്പാടെ കുടുംബം, ഏട്ടന്, അഞ്ചന്മാര്, അമ്മായി, പെങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ബന്ധം മുറിഞ്ഞു പോകാൻ പാടില്ല. മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അത് ഉപ്പാനോടുള്ള ബാധ്യതയാണ്, ഉമ്മാനോടുള്ള ബാധ്യതയാണ്. അതാ പറഞ്ഞത്. അതൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിക്കുകയാണ് വൈക്റാമു സദീഖഹുമാ, വാപ്പാന്റെ ഇമ്മാന്റെ കൂട്ടുകാരെ നിങ്ങൾ ആദരിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ സുഹൃത്തുക്കൾ, എത്ര വലിയ ബാധ്യതയാണ് നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും ഉള്ളത് അല്ലേ? ഇതിന്റെ കേഴയലത്ത് നമ്മൾ ഓരോരുത്തരും എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മളൊക്കെ നിസ്കരിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പച്ചയായ ജീവിതത്തിൽ ഈ ദീനിന്റെ അധ്യാപനങ്ങളൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ പാലിക്കുന്ന ആളുകളായി മാറണം. ഇനി നമ്മളല്ലാത്തൊരു വിഭാഗമൊന്നും ഇവിടെ പാലിക്കാണ്ടാവൂല. ഖുർആനും സുന്നത്തൊക്കെ നമ്മളതൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടവർ. എന്നിട്ട് ആ വാപ്പാൻ ഇമ്മൻ ഒരു പരിഗണനയില്ലാതെ അവഗണിച്ചുകൊണ്ട് അല്ലേ, എപ്പോഴെങ്കിലൊക്കെ 5000 റുപ്യം കൊടുത്ത് അല്ലെങ്കിൽ 4000 റുപ്യം കൊടുത്തിട്ട് ഞാൻ വാപ്പാൻ ഇമ്മാനെ നോക്കുന്നുണ്ട് പറഞ്ഞാല് പടച്ചോന്റെ അടുത്ത് എന്നാ രക്ഷപ്പെടൂല. അത് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും വയ്യാന്ന് പറഞ്ഞാല് അവരെ കൊണ്ടുപോയി വേണ്ട ചികിത്സ കൊടുക്കണം നമ്മള്. അതിങ്ങനെ ആ വയസ്സായതുകൊണ്ടല്ലേ, അതൊക്കെ ഉണ്ടാവും ഉമ്മ, അതൊക്കെ ഉണ്ടാവും, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ ചോദിക്കണം, ആസ്പത്രിയിൽ പോകണം, നമ്മൾ കൊണ്ടുപോകണം. നമ്മളെ കെട്ടിയോളെ നമ്മൾ എത്ര ആദരിക്കാറുണ്ട്, കെട്ടിയോളെ നമ്മൾ എത്ര ഒരു രോഗം വന്നാൽ കൊണ്ടോ
മക്കളെത്ര നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ? നമ്മൾ പറയാം ആക്കെ ഉണ്ടാവും എന്ന് പറയാം, കെട്ടിയോളോട് ഇല്ല, മക്കളോട് പറയോ ഇല്ല. എന്താ ഈ വാപ്പാനോടും ഉമ്മാനോടും മാത്രം ഇത് പറയണത്? അത്ര പരിഗണനയുള്ളൂ, അത്ര സ്ഥാനം നമ്മളെ മനസ്സിലുള്ളൂ. അതുകൊണ്ടാണ് അതെ നമുക്ക് ഈ പരിഗണന കൊടുക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വാപ്പാക്കും ഉമ്മാക്കും വലിയ സ്ഥാനം ഉണ്ടാവണം. മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കലല്ല, ജീവിച്ചിരിക്കുമ്പോൾ അവരെ പരിഗണിക്കുകയും പരിചരിക്കുകയും അവർക്ക് പരിഗണന നൽകുകയും ചെയ്യുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ ആ മാതാപിതാക്കളുടെ തൃപ്തിയുള്ള ആളുകളായി മാറുക. അപ്പോഴേ പടച്ചോന്റെ തൃപ്തി നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ആ നിലക്കൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ പരിഗണന നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നൽകുന്നവരായി നമ്മൾ മാറണം. ആ നിലക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു വലിയ സ്ഥാനം അവർക്ക് നൽകാൻ നമ്മൾ തയ്യാറാകണം. അവരാണ് നമ്മുടെ വീടിന്റെ വിളക്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ നിലക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു സാഹചര്യം നമ്മൾ നന്നാക്കി കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ഈ പള്ളിയുടെ ഇതിന്റെ ദൈനംദിന ചെലവുകൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പിരിവുണ്ട്. എല്ലാവരും പരമാവധി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. മറ്റൊന്നുള്ളത്, ഇന്ന് വൈകുന്നേരം ഖുർആൻ ക്ലാസ് ഉണ്ട്. എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ അവരുടെ ഖബറുകളെ വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവർ തന്നെ ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാം ആരോഗ്യം അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.